HB ആർട്സിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ക്ലാസ് അല്ല നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ആ ക്രാഫ്റ്റിന്റെ വർക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടന്നു പോകാം. ഒരു സ്റ്റാർ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാം, വളരെ എളുപ്പം നമുക്ക് ചാർട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ട് എങ്ങനെ ഒരു സ്റ്റാർ നിർമ്മിക്കാം. ഇപ്പോൾ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും ചെയ്യുന്ന സ്റ്റാറുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള ഒറിജിനൽ സ്റ്റാർ എങ്ങനെയാണോ ആ സ്റ്റാർ നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം. വളരെ ഒരു ചെറിയൊരു കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് വെച്ച് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വലിയ സ്റ്റാറുകൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയ സ്റ്റാർ നമുക്ക് എങ്ങനെ എളുപ്പം നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഗമ്മ് വേണം, ഒരു ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത്രയും നല്ല പെട്ടെന്ന് ഒട്ടാൻ പറ്റുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഉണ്ടെങ്കിൽ കൊള്ളാം. ഒരു ഫെവിക്കോള്, ഒരു സിസേഴ്സ്, അതുപോലെ തന്നെ അളവൊക്കെ നോക്കുന്നതിന് വേണ്ടി ഒരു നല്ലൊരു സ്കെയില്, അതുപോലെ തന്നെ ചെറിയൊരു നൈഫ്. ഇത് നല്ലൊരു സാധനമാണ്. ഈ ഒരു നൈഫ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ. പിന്നെ ഇതെല്ലാം കറക്റ്റ് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ക്ലിപ്പും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു 5 രൂപയുടെ ചാർട്ടാണ്. കുറച്ച് കളറൊന്നും കയ്യിലാവാത്തൊരു ചാർട്ടാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഇതൊരു ഫുൾ സൈസ് A1 സൈസിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ നമ്മളിതിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കാൻ പോകാം. ഫോൾഡ് ചെയ്യാൻ വേണം. ഓക്കെ, ഇതിനെ നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ, ഇതൊരു ഫുൾ ഷീറ്റ് പേപ്പറാണ്. അതിനെ പകുതിയായിട്ട്, നേർപകുതിയായിട്ട് നമ്മൾ ആദ്യം മടക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ അളവെല്ലാം എടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം വരുമ്പോൾ അതിൻ്റെ എൻഡും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചിലപ്പം വ്യത്യാസം വരും. ഓക്കെ, ഇതിനെ നമ്മൾ വളരെ ഷാർപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഈ ഒരു നൈഫ് യൂസ് ചെയ്യും. കുറച്ചുകൂടി നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിസേഴ്സ് ചിലപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ എൻഡെല്ലാം വളരെ കൃത്യമായിരിക്കും, കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. ഇതിനെ നമ്മൾ വീണ്ടും പകുതിയായിട്ട് മടക്കുക. ഈ എൻഡും അതുപോലെ കറക്റ്റായിട്ട് പിടിക്കുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതും കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുമിച്ച് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, വളരെ പൈസ ചിലവില്ലാതെ നമുക്ക് ഗമ്മൊക്കെ നമ്മളെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 പീസ് ആയിട്ടുണ്ട്. നമുക്ക് 4 പീസ് അല്ല വേണ്ടത്. നമുക്ക് ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ 5 കാലുകളാണ്, 5 കാലുകളാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് 4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടി അതിനെ ചെറുതാക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ചെറിയ സ്റ്റാർ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ കുറച്ചൊരു കുഞ്ഞ് സ്റ്റാർ, നമുക്ക് ചെറിയ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുഞ്ഞ് സ്റ്റാറാണ് ഞാനിപ്പോൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യണം. ഓക്കെ, ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കാണുക. ഓരോ മടക്കും ശ്രദ്ധിച്ച് കാണുക. ഇത് ഞാൻ ഒരുമിച്ച് മടക്കിയെടുത്തു കേട്ടോ. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കുറച്ചുകൂടി പുതിയ നൈഫാണ്, അതുകൊണ്ട് പെട്ടെന്ന് കട്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയായി. ഇതിപ്പോൾ ഏകദേശം നമുക്ക് 8 ഷീറ്റ് കിട്ടി കാണും. ഇനി നമ്മൾ അതിനെ വീണ്ടും പകുതിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഒരെണ്ണത്തിൽ 2 3 നമ്മൾ കൂടുതലായിട്ട് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 2 3 4 ഷീറ്റ് എടുക്കുകയാണ്. ഇത് നമ്മൾ മാറ്റുകയാണ്, നമുക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. ഓക്കെ,
ഈ 4 എടുക്കുക. ഇതിനെ ഒന്നും കൂടി കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് മടക്കി വയ്ക്കുക. ഓക്കെ, കറക്റ്റായിട്ട് മടക്കുക. അതിനുശേഷം ഈ നൈഫ് വെച്ച് കട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ 5 എടുക്കുക. നമുക്ക് 5 കാലുള്ള സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 5 എടുക്കുക. ഓക്കെ, 1 2 3 and 4 and 5. ഓക്കെ, എക്സ്ട്രാ ഉള്ളത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ കണ്ടല്ലോ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിച്ചു തരാം. 1 2 3 4 5. സോറി, ഒന്നുകൂടി കൂടുതലുണ്ടായിരുന്നു. നമുക്ക് 5 മതി. ഓക്കെ, 5. ഓക്കെ, അപ്പോൾ ഈ 5 എങ്ങനെയാണ് നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ഒരെണ്ണം എടുക്കുക. ഇനി അതിൻ്റെ അളവെല്ലാം കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തരാം. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ വിട്ട് വന്നിട്ട് ഏകദേശം ഒരു 14 സെൻറ്റിമീറ്റർ പ്ലസ് ഒരു 14 സെൻറ്റിമീറ്റർ ഉണ്ട്. നീളം വന്നിട്ട് 15 16 17.5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ, അങ്ങനത്തെ കണക്കിനാണ് ഈ ഒരു പേപ്പർ ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു നമ്മൾ പശ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ടെക്നിക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇതിലൊരു പശ വെച്ച് നമ്മൾ മടക്കാനുള്ളൊരു കുറച്ച് പോർഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇതൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു കൊടുത്താൽ മതി. ഒരു 1/2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, അതൊന്ന് വരച്ചിടുക. ഓക്കെ, എല്ലാവരും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരു 1/2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. കുറച്ചുകൂടി വലിയ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി 1 സെൻറ്റിമീറ്റർ എടുക്കുക. ഇത് കുഞ്ഞു സ്റ്റാർ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുക്കുന്നത്. ഓക്കെ, എടുക്കുക. ഓക്കെ, ഇതിനെ ഒന്ന് നമ്മൾ അകത്തോട്ടൊന്ന് മടക്കണം. ഇതിനെ ഈ ഒരു വരയ്ക്ക് കണക്കാക്കി നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് മടക്കണം. ഫോൾഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇരുന്നൊരു ഷീറ്റാണ്. അതിനെ 1/2 സെൻറ്റിമീറ്റർ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു മടക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ 1/2 സെൻറ്റിമീറ്റർ അകത്തോട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു എൻഡ് വരുന്ന പോർഷൻ അതിനൊന്ന് ഷാർപ്പായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക. ഓക്കെ, അതെൻ്റെ കറക്റ്റായിട്ട് മടങ്ങാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ശേഷമുള്ള മടക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് മടക്കണയാണ്. ഓക്കെ, കാണാമല്ലോ എല്ലാവരെയും. ഇങ്ങനെയൊന്ന് മടക്കുക. കണ്ടു, ഈ ഒരു ഷീറ്റ്, ഈ ഒരു മടക്ക് ഇവിടെ നമ്മളൊരു വെട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, അത് മടക്കിയിട്ടൊന്നുകൂടി വെച്ചിടാം. കറക്റ്റായിട്ട് മടക്കുക. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം അല്ലെങ്കിൽ സൈസ് വ്യത്യാസം വരും. ഓക്കെ, എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു ഫുൾ ഷീറ്റ് പേപ്പർ എടുത്തു. അതിൻ്റെ നമ്മൾ 1/2 സെൻറ്റിമീറ്റർ നമ്മൾ മടക്കി. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്തു ഫോൾഡ് ചെയ്തു. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫോൾഡ് ചെയ്ത് ഇത് ഒട്ടിക്കുക. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തിലോട്ട് ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഗം എടുക്കുക. ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് പശ, ഒരുപാട് പശ തേക്കരുത്. നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗം ഒരുപാടൊന്നും തേക്കരുത്, കുറച്ച് തേക്കുക. ഒരുപാട് തേക്കുമ്പോഴെന്ന് പറയുമ്പോൾ അതിനകമൊക്കെ ഒട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, കുറച്ച് ഒട്ടിച്ചാൽ ഞാൻ ഇത്രയും പശ തേച്ചിട്ടുള്ളൂ. എടുക്കുക, ഒട്ടിക്കുക, നന്നായിട്ട് ഒട്ടിക്കുക. ആ ഒട്ടിക്കുന്നത് കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയാണ് ഞാനൊരു ക്ലിപ്പ് കൂടി
ചെയ്ത് വെച്ചത്. ഓക്കെ, ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി ഒരു 5 ഇതുപോലെ നമ്മളിപ്പോൾ ഒരെണ്ണമായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയ ശേഷം ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇവിടെ വയ്ക്കുക. പിന്നെ ഇതെല്ലാം നമ്മൾ ഇതുപോലെ മടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എല്ലാം നമ്മൾ ആദ്യം 1/2 സെന്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം കുറുകി ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ മടക്കുക. ഒരുപാട് കട്ടിയുള്ള ചാർട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ടി കുറഞ്ഞ ചാർട്ട് എപ്പോഴും സെലക്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മടക്കുക. ഓക്കെ, ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് ഒട്ടിക്കാം. വളരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരുമിച്ച് യോജിപ്പിക്കുന്ന സമയത്ത് അതൊരു അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുത്ത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, കറക്റ്റായിട്ട് മടക്കുക. എൻ്റെ മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇനി 2 കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാറിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിയുക. ഓക്കെ, ഈ അകത്തോട്ട് മടക്കുന്നതെല്ലാം കറക്റ്റ് നീളമൊക്കെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും, സൈസിനൊക്കെ ചെറിയ വ്യത്യാസം വരും. ഓക്കെ, കറക്റ്റായിട്ട് മടക്കുക. ഓക്കെ, വീണ്ടും അങ്ങനെ നമ്മൾ 5ാമത്തതും മടക്കി കഴിഞ്ഞു. ഇതിനെല്ലാം നമുക്ക് ഒട്ടിക്കണം. ഇതിന് കുറച്ച് കൂടുതൽ മടക്കുകളും ചെറിയ ചെറിയ ഒട്ടിപ്പുകളും കൂടിയാണ് ഇനി വരുന്നത്. ഓക്കെ ഓക്കെ, ഇതിനകത്ത് ലൈറ്റായിട്ട് ഗമ്മ് തയ്ക്കുക. ഗമ്മിങ്ങിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഒട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടില്ല. ഓക്കെ, തേക്കുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക,
അതുപോലെ തന്നെ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക, ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. അങ്ങനെയാണ് എൻ്റെ പുതിയ വീഡിയോകളൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഞാനങ്ങനെ എപ്പോഴും യൂട്യൂബ് വീഡിയോ ഇടാറില്ല, ഇപ്പോൾ ഇട്ട് തുടങ്ങിയതാണ്. നിങ്ങളുടെ പ്രോത്സാഹനം അനുസരിച്ചിരിക്കും തുടർന്നുള്ള വീഡിയോകളൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാനുള്ള കാരണം. നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതേപോലെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ, ഇനിയിപ്പോൾ 10 ദിവസം അവധിയൊക്കെ വരും, അപ്പോൾ അവർക്ക് ആ സമയത്തൊക്കെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർ മേക്കിംഗ് മത്സരങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതൊക്കെ കറക്റ്റ് അളവാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഇതിൻ്റെ ഒരു പകുതി ഹാഫ് പോർഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, നമ്മളെ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ഒട്ടിച്ചു. നോക്കുക, എല്ലാം ഒരേ അളവാണ് കേട്ടോ. ഇതുപോലെ ഒരേ അളവിൽ നമ്മൾ ചെയ്യണം. 1 2 3 4 5 5 നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നന്നായിട്ട് ഒട്ടി എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒട്ടളായി പോകാൻ പാടില്ല. ഓക്കെ, ഒരെണ്ണം എടുത്തു. ഇതിപ്പോൾ എങ്ങനെ സ്റ്റാർ ആകും എന്നുള്ളൊരു ചോദ്യമാണ്. കാല്, ഇതൊരു കാലാണ്. ഇനി നമ്മൾ അതിനൊരു ഷേപ്പ് വെട്ടിയെടുക്കുക മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടു. ഇത് ഈ സൈഡ് ഒട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഈ സൈഡ് ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന പേപ്പറിനെ നമ്മൾ ഈ 2 എൻഡിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഈ 2 എൻഡും ഒരേ കറക്റ്റിന് വരണം. നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് താണ്ട് ഈ നടുക്കത്തെ ഈ മടക്കിന് കറക്റ്റായിട്ട് പാരലായിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ മടക്കി. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ഇരുന്നത്, പേപ്പർ ഇങ്ങനെയാണ് ഇരുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതിനുശേഷം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇങ്ങനെ. ഓക്കെ, 2 പ്രസ്സിയൊക്കെ കൊടുത്ത് ചെയ്യും. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. നമ്മുടെ സ്റ്റാറിൻ്റെ കാലക്കായിട്ടുണ്ടെന്ന ചെറിയൊരു തോന്നലുണ്ടായി കാണും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാലും ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എടുത്തു. അതും കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. ഓക്കെ, മടക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മടക്ക് വളരെ ക്ലിയർ ആയിട്ട് നിൽക്കും. ഓക്കെ, മടക്കി വയ്ക്കുക.
ഇതിന് നമുക്കിനി ഒരു അളവും കൂടി കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം. അപ്പം നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക, ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ കറക്റ്റായിട്ടുണ്ട്. അവസാനം ഇങ്ങനത്തെ ഒരു ഷേപ്പായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു ഷേപ്പ് വെട്ടിയെടുക്കണം. ഓക്കെ, ഇങ്ങനെയല്ല നമ്മളെ സ്റ്റാറിൻ്റെ കാല് വരേണ്ടത് അല്ലേ. പിന്നെ ഈ ടോപ്പിലത്തെ ഭാഗം കൂടി എന്ത് ചെയ്യട്ടുക. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളിങ്ങനെയാണ് ഇപ്പോൾ മടക്കി വെച്ചത്. ഓക്കെ, മടക്കിയത് ഇങ്ങനെയാണ്. ഇതിന് വീണ്ടും നോക്കുക, ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം. സോറി, ഈ ഭാഗമല്ല, ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കണം. ഇത് ഒരുപാട് താന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ എണ്ണം കൂടും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചുകൂടി വെട്ടിയ ശേഷം കുറച്ചുകൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പോൾ ഞാൻ ലെങ്ത് പറഞ്ഞു തരാം. ഓക്കെ, ഇത് കണ്ടല്ലോ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 13.5 സെന്റിമീറ്റർ നീളമുണ്ട്. ഇത്രയും നീളം, ഈ ഒരു നീളം 13.5 സെന്റിമീറ്റർ നീളമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വീണ്ടും പഴയതുപോലെ വെച്ച് ഓക്കെ ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ലെങ്ത് ഞാൻ പറഞ്ഞു 13.5 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ലെങ്തിൽ അളവ്. ഈ ഒരു ലെങ്ത് 14.5 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെങ്ത് 14.5 സെന്റിമീറ്ററും ഇത് 13.5 സെന്റിമീറ്ററും ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് 13.5 സെന്റിമീറ്റർ, ഇത് 14.5 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന് ഈ ഒരു 14.5 സെന്റിമീറ്റർ നമ്മൾ ഒരു 9 സെന്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, 9 സെന്റിമീറ്റർ. അതിനുശേഷം ഇതിനകത്തോട്ട് ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇത് ഇത്രയും 14.5 സെന്റിമീറ്റർ, ഇത് ഇത്രയും 13.5 സെന്റിമീറ്റർ. ഇതിൽ നമ്മൾ 9 സെന്റിമീറ്റർ എടുത്തു. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വര വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് വെട്ടണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പുറത്ത് ഇതുപോലെ വരച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു ഇതും കൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 9 സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 9 സെന്റിമീറ്റർ, ഇവിടെ 9, ഈ സൈഡ് 9 സെന്റിമീറ്റർ, ഈ ഒരു സൈഡ് 9 സെന്റിമീറ്റർ. ഇത് വരുമ്പോൾ 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, ഇതും 6 സെന്റിമീറ്റർ, കറക്റ്റ് 6 സെന്റിമീറ്ററാണ്. ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, 6, 6, 9, 9. ഇതാണ് സെന്റിമീറ്റർ കണക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊരു കാര്യം കൂടി ചെയ്യണം. ഇനി നമുക്ക് ഈ പരസ്പരം കാലുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വരയെ കൂടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിന് നമ്മൾ ഒരു 1/2 സെന്റിമീറ്ററോ ശക്കലം കൂടി കൂടുതൽ എടുക്കുക. ഓക്കെ, 1/2 മാത്രം പോരെ, കുറച്ചും കൂടി ഒന്ന് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു വര അതിനൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് 9 സെന്റിമീറ്റർ, ഇത് 9 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. ഇതിവിടെ നമ്മൾ പരസ്പരം കാലുകൾ കണക്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ ഒരു 1/2 സെന്റിമീറ്ററിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ ഞാൻ എടുത്തിരുന്നു. ശക്കല കൂടി ഒരു അരയും കുറച്ചുകൂടി ഒരു ശകലം കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വയ്ക്കുക.
ഓക്കെ, ഒരുമിച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇവിടെ ഒരു ക്ലിപ്പ് ചെയ്യും. ഓക്കെ, ഒരുമിച്ച് വെട്ടിയെടുക്കാൻ വേണ്ടി മാത്രം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചത് വെച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്യുക. ഇവിടെയും കൂടി അതുപോലെ കട്ട് ചെയ്ത് ഇവിടെയൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മളിപ്പം എത്ര പീസായി? ഇപ്പം 3 പീസായി. ഓക്കെ, ഇനി ആ 2 പീസ് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളൊരു കുറച്ച് വലിയധികം ഒരു ചാർട്ട് എടുത്തു, അതിനുശേഷം ഇപ്പം ഇത്രയും ചെറുതാക്കി നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇതിൻ്റെ പുറത്ത് വയ്ക്കുക. നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇത് ഒരുമിച്ച് വെട്ടുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. കൃത്യതയോടെ വെട്ടിയെടുക്കുക. ക്ലിപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് വയ്ക്കുക. വീണ്ടും ഇതിനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഓക്കെ, 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 5 കാലും ഒരുപോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5 കാല്. ഓക്കെ, 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 ഇനി നമുക്കിത് കണക്ട് ചെയ്തോട്ടെ. ഇപ്പം ഇതെല്ലാം എടുത്തു. ഇനി ഇതെല്ലാം മടക്കിയെടുക്കണം. ഈ ഒരു വരച്ച് നമ്മൾ എടുത്തില്ലേ, ഈ ഒരു പോർഷൻ, ഇത് പുറത്തോട്ട് മടക്കണം. ഓക്കെ, കാണിച്ചു തരാം. ഇതുപോലെ മടക്കിയെടുക്കണം. ഓക്കെ, ഇതുപോലെ മടക്കിയെടുക്കണം. ഏത് പോർഷനാണെന്ന് പറയാം, നമ്മൾ എക്സ്ട്രാ നമ്മൾ വരച്ചു വിട്ടില്ലായിരുന്നോ, ഇതുപോലെ വരച്ചു വിട്ടില്ലേ, ഈ ഒരു പോർഷനാണ് പുറത്തോട്ട് മടക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാം ഒന്ന് മടക്കിയെടുക്കുക. അതിൻ്റെ എല്ലാ എൻഡും കറക്റ്റായിട്ട് മടക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ കോണുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, വളരെ ഒരു പതുക്കെ സാവധാനം ശ്രദ്ധിച്ച് ചെയ്താണ്. നിങ്ങൾ മത്സരങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നമുക്ക് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെയെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മത്സരത്തിനൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഷുവറായിട്ട് ഫസ്റ്റ് കിട്ടും. നമ്മളെല്ലാം ഫാൻസി ടൈപ്പിലുള്ള ടൈപ്പൊക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. യഥാർത്ഥ സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, ആ സ്റ്റാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ പണ്ട് ചെയ്ത എൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്ക് നോക്കട്ടെ, ഗാലറിയിൽ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഈ ഒരു സ്റ്റാറിൻ്റെ ഞാൻ പഞ്ചെല്ലാം ചെയ്തിട്ട് ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോളെല്ലാം കൊടുത്ത് അത് ലൈറ്റ് കത്തിക്കുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാറിൻ്റെ ഒരു കാരണം ഇത് നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങിച്ച ചാർട്ടാണെങ്കിലും ലാസ്റ്റ് ബൾബിട്ട് വെട്ടം കാണുമ്പോൾ വളരെ രസമാണ്, നല്ല
ഒരു റെഡിഷ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കാല് നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, 5 കാലും ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഇപ്പോഴാണ് സ്റ്റാറിന്റെ കാലായത്. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ കാലിന്റെ ഈ ഒരു ലെങ്ത് അല്ലേ, ഇത് ഇങ്ങോട്ട് കൂടുന്നതനുസരിച്ച് ഈ കാലിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. ഇതിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് കാലിന്റെ എണ്ണം കുറയും. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ ഒരു വി പോലെ ഇരിക്കുന്നില്ലേ, ഇതിന്റെ താഴോട്ട് ഇത് ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലിന്റെ എണ്ണം നമുക്ക് കൂട്ടാം. ഇത് 5 കാലല്ലേ, അപ്പൊ അത് കാലിന്റെ എണ്ണം കൂട്ടാം. ഇത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിന്റെ എണ്ണം കുറയ്ക്കാം. ഇതിപ്പോ നമ്മൾ കറക്റ്റ് ഇതാണ് നമ്മുടെ ഒരു ഷേപ്പ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം ഇതുപോലെ ഓക്കെ. പിന്നെ അതൊരു ചെറിയൊരു ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂത്ത സമയത്ത് കാണുമ്പോൾ അറിയാം, ചെറുതായിട്ട് നമ്മൾ ഈ മടക്കിയതെല്ലാം പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ എൻഡിലുള്ളത് ചെറുതായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പം ഒട്ടിക്കുമ്പോൾ പാടായിരിക്കും. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്യാം. എല്ലാത്തിൻ്റെ എണ്ണം കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ വേണം നമ്മൾ. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഈ ഒരു പുറത്തോട്ടുള്ള പോർഷനിൽ നമ്മൾ ഗം വയ്ക്കുക. ഈ പുറത്തോട്ടിരിക്കുന്ന പോർഷനിൽ അതിൽ ഗം വയ്ക്കുക. ഇതെടുക്കുക. ഇതിൽ പുറത്തോട്ട് തള്ളാത്ത സ്ഥലമല്ലേ, അവിടെ എടുക്കുക, വയ്ക്കുക, ഒട്ടിക്കുക, ഇങ്ങനെ ഒട്ടിക്കുക. കാണും. ഓക്കെ, ഗമ്മെടുക്കുക. ഇതിൽ 2 എണ്ണമൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരുമിച്ച് ചെയ്താലും മതി കേട്ടോ. അതിനെ കാണിച്ചു തരാം. ചിലപ്പോൾ അത് ഇളകിപ്പോവാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഒട്ടിക്കുന്നത് കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ എൻഡിലൊക്കെ കറക്റ്റായിട്ട് ഗമ്മ് തേക്കണം കേട്ടോ. എൻഡൊക്കെ കറക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നല്ല ഒരു നന്നായിട്ടിരിക്കും. ഓക്കെ, എടുക്കുക, ഒട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതുപോലെ 2 എണ്ണം നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അതിനകത്തോട്ട് ചെറുതായിട്ട് ഓക്കെ ഒട്ടിച്ചു. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ക്ലിപ്പ് ചെയ്യാം. മറ്റെല്ലാം അടുത്തൊട്ടിക്കാം. ഓക്കെ, 2 എണ്ണം കണക്റ്റ് ആയിട്ടുണ്ട്. അതിനൊന്ന് കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. ഈ മടക്ക് കറക്റ്റായിട്ട് നമ്മൾ നൂത്തല്ല ഒട്ടിച്ചത്, അപ്പോൾ അതുകൊണ്ട് മടക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് മടക്ക് കൊടുക്കുക. ഓക്കെ, ഈ ലാസ്റ്റത്തെ ഒരെണ്ണത്തിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യുക,
കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇനി ഇതിനകത്തോട്ടുകൂടി ഒട്ടിക്കുക. ഒട്ടിക്കുക. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഈ എൻഡ് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ 3 കാലുകൾ ഒരുമിച്ച് ഒട്ടിച്ചു. ഓക്കെ, ഇത് രണ്ടും എടുക്കുക. ഇതും കറക്റ്റായിട്ട് മടക്കി എടുക്കുക. ഓക്കെ, ഇതിൻ്റെ എൻഡും കറക്റ്റായിട്ട് മടക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതാവില്ല. കറക്റ്റായിട്ട് പിടിച്ച് നിർത്തുക. ഓക്കെ, ഇനി ഇതിലും ഗം വെച്ച് നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കണം. ഓക്കെ, ഫൈനൽ ആവാൻ പോവുകയാണ്. ഇനി ഇതിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാണ് ഒട്ടിക്കുന്നത്, കുറച്ചുകൂടി ഒട്ടിക്കുക എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇതിനകത്തോട് ചേർത്ത് വയ്ക്കുക. എല്ലാം കൊണ്ട് ഇങ്ങനെ പിടിക്കുക. നമ്മൾ നേരത്തെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, സ്റ്റാർ ഇപ്പോൾ ആവാൻ പോവുകയാണ്. എല്ലാ കാലും ഒന്ന് കറക്റ്റ് മുത്ത് കൊടുക്കുക. എല്ലാ കാലും ഒന്ന് മുത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റാറായി. ഓക്കെ, എല്ലാവരും നോക്കുന്ന സ്റ്റാറായി. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയ ടോയിൻ കെട്ടുക, ഇവിടെ ഒരു ടോയിൻ കെട്ടുക. ഇതിനെ എന്ത് ചെയ്യുക, ഒരുമിച്ച് നിർത്തുക. ഓക്കെ, അവസാനത്തെ ഔട്ട്പുട്ട് മനസ്സിലായല്ലോ, ഇതുപോലെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യും. ഇത് നമ്മൾ ലാസ്റ്റ് ഘട്ടം കറക്റ്റായിട്ട് നിൽക്കും. ഇനി ഇതിനകത്ത് നമുക്ക് നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ കമൻറ്റുകൾ ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ പുറത്ത് പുതിയ ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള നമ്മുടെ സ്റ്റാറുകൾ നിർമ്മിക്കാൻ പറ്റും. ഇതിൻ്റെ പുറത്തൊക്കെ എങ്ങനെയാണ് ഡിസൈൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നതൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കൂടി നമുക്ക് അടുത്ത് ചെയ്യാം. എല്ലാവർക്കും ഈ സ്റ്റാർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു.